ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒനിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ വേണം. പിന്നെ ഫിഷ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് എടുക്കണം. ഇവിടെ വറ്റയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പൊട്ടാറ്റോ വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുത്ത ഫിഷിൻ്റെ മുള്ളൊക്കെ മാറ്റി നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി എല്ലാതും അരിഞ്ഞെടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ല ചെറുതാക്കിയിട്ട് നൈസായി ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ വേഗം ഒന്ന് വാടി കിട്ടും. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി വാടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഫിഷിൽ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ പൊട്ടറ്റോയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് വേണം നമ്മളിതിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഓനിയൻ്റെ മിക്സും അതുപോലെ ഫിഷും നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്യൂണ ഫിഷും നമുക്ക് നന്നായിട്ട് കിട്ടുന്നൊരു ഫിഷ് കട്ട്ലറ്റിന് പറ്റിയൊരു മീനാണ് ട്യൂണ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു സൂത്രപ്പണി കൂടി ചെയ്യണം. നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായി നല്ല സ്റ്റിഫായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഫിഷ് റെഡിയാക്കി എടുക്കുമ്പോൾ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ആകെ കുഴഞ്ഞിരിക്കും. പിന്നെ നമുക്കിത് വറക്കാനായിട്ടുള്ള കോട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു മുട്ടയിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതുപോലെ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പം നന്നായി എല്ലാ ഭാഗത്തേക്കും റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു മാസത്തോളമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യത്തിനെടുത്ത് വറുത്താൽ മതി. ബാക്കി ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ വെന്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു മാസത്തോളമൊക്കെ ഇത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ടൊരു ഫോയിൽ പേപ്പറിൽ നമുക്കിതുപോലെ ലെയറാക്കി വെച്ച് അതിൻ്റെ മേലെ ഓരോ ലെയറിൻ്റെ മേലെയും ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് കണ്ടെയ്നറിലും ഇതുപോലെ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ആവശ്യാനുസരണം നമുക്കതെടുത്ത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് തണവൊന്ന് മാറി നമുക്ക് ഓയിലിൽ വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുവരേക്കും ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഷിൻസ, ഹരീഷ്.